ജേണൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ ജേണൽ എടുത്ത് നോക്കിയാൽ നമ്മുടെ ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു ദിവസത്തെ ജേണൽ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് എന്തറിയണം? നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ നിലവിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് നമുക്കറിയണം. അതല്ലെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നമ്മൾ ജേണൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിലും അത് കണ്ടെത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിംഗിളായിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ അക്കൗണ്ടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ലെഡ്ജറിൻ്റെ ഒരു ഫോർമാറ്റ്. ഇവിടെ ഡേറ്റ് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റാണ് ലെഡ്ജറിന് വരുന്നത്. ഇപ്പോൾ ഇത് ക്യാഷിൻ്റെ ലെഡ്ജർ ആണെങ്കിൽ മുകളിൽ എന്തെന്ന് പറഞ്ഞ് കാണിക്കും? ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വരും. അല്ലെങ്കിൽ പർച്ചേസ് ആണെങ്കിൽ മുകളിൽ പർച്ചേസ് എന്ന് വരും. അപ്പോൾ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോർമാറ്റിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ ക്യാഷ് ആണെങ്കിൽ ക്യാഷിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടെത്താനും സാധിക്കും.